അപ്പൊ ഞാൻ അങ്ങോട്ടാണോ പോയത്, ഇങ്ങോട്ടാണോ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഏതായാലും സംശയം തീർത്തേക്കാം. എന്താ മോനെ നടുറോട്ടിന്ന് ചോറ്റുപാത്രം തുറന്നു നോക്കുന്നത്? ഞാൻ സ്കൂളിലേക്ക് പോകുകയാണോ അതോ തിരിച്ചു വന്ന് നോക്കിയതാ. കൺഫ്യൂഷൻ തീർന്നു. ചോറ്റുപാത്രത്തിൽ ചോറുണ്ട്. അപ്പൊ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയാ. അങ്ങനെ വേണം നല്ല കുട്ടികള്. കൺഫ്യൂസ് വന്നാൽ അപ്പ തീർക്കണം. എന്റെ പ്രായത്തിൽ ഞങ്ങൾക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. IAS പഠിക്കണോ MBBS പഠിക്കണോ എന്നായിരുന്നു കൺഫ്യൂഷൻ. പിന്നെന്തിനാ അതിന് രണ്ടിന് പോവാതെ ഈ ബേക്കറി തുടങ്ങിയത്? ഇത് രണ്ടിന് പോണെങ്കിലും 10ാം ക്ലാസ് പാസ്സാവണമെന്ന് പിന്നീട്ടല്ലേ മനസ്സിലായത്. അപ്പൊ ഞമ്മള് ബേക്കറി തുടങ്ങി. അങ്ങനെ ഇപ്പൊ ഞമ്മൾ അറിയപ്പെടുന്ന ബേക്കറി മുതലാളിയായി. എന്ത് ബേക്കറി എന്നാ നിങ്ങൾ പറയുന്നത്? ഹാജാർക്ക് ഇത്രയും കാലായിട്ട് ഒരു ജിലേബി നേരെ ഉണ്ടാക്കാറിയില്ലല്ലോ. ഈ എന്ത് വർത്താനം പറയുന്നേ? ഇതേ നല്ല അസല് ജിലേബിയാ. ഇത് കണ്ടില്ലേ, വളഞ്ഞു ചുരുണ്ടിരിക്കുന്നത്. ഇത്രയും കാലായിട്ട് ഒരു ജിലേബി നേരെ ഉണ്ടാക്കാറിയില്ലല്ലോ. എടാ നീ എന്നെക്കാളും വലിയ മണ്ടനാണല്ലോ. അങ്ങനെയാണല്ലേ? എന്നാ ശരി, ഞാൻ സ്കൂൾ വിട്ടു വന്നിട്ട് ഇതിനെ കുറിച്ച് വിശദമായ ഒരു ചർച്ച തന്നെ നമുക്ക് നടത്തിയേക്കാം. ഇനി നേരം വൈകിയാ എനിക്ക് സ്കൂളിൽ പോകേണ്ടി വരില്ല. ഇന്ന് AO ഇൻസ്പെക്ഷന് വരുന്ന ദിവസമാ. അപ്പൊ ഓക്കെ. AO ഇൻസ്പെക്ഷൻ വരുന്ന ദിവസാന്ന് അറിയാലോ. സാറ് ചിലപ്പോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എല്ലാവരും കൃത്യമായി ഉത്തരം പറയണം. ശരി ടീച്ചർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കുട്ടികളൊക്കെ നല്ല സ്മാർട്ട് ആണല്ലോ. താങ്ക് യു സർ. കുട്ടികളുടെ ജനറൽ നോളജ് ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം അല്ലേ? ഓ അതിനെന്താ, എല്ലാവരും നല്ല സ്മാർട്ടാണ്. രാമായണത്തിലെ വില്ലൊടിച്ചത് ആരാണ്? കുട്ടി പറയൂ. ഞാനല്ല സാർ. വാട്ട്? കറക്റ്റ് ആയിട്ട് ആൻസർ പറയൂ. സാർ വേണമെങ്കിൽ എന്നെ 2 തല്ലിക്കോ, എന്നാലും ഞാൻ ഇതേ പറയൂ. ഞാനിത് ഹെഡ് മാസ്റ്ററോട് കംപ്ലൈന്റ് ചെയ്യും. നീ അത്രയ്ക്കായോ? വന്ന് എന്തോ ആവുന്നായോ? സാർ ഇതൊരു വിഷയമാക്കണ്ട. ആ വില്ലിന്റെ പൈസ എത്രയാ എന്ന് വെച്ചാ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിച്ചു തരാം.